ഓക്കെ ഓക്കെ. എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എവിടേക്കോ ഉള്ള ആൾക്കാരൊക്കെ വന്നു ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. സാറ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് വേണം ലാപ്ടോപ്പ് കൊണ്ടുവരാം നാളെ കൊണ്ടുപോകും ലാപ്ടോപ്പ്. നിശ്ചയന്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്തായാലും എനിക്ക് വേണം. ലാപ്ടോപ്പ് കേട്ടോ, നാളെ തന്നെ ലാപ്ടോപ്പ് എത്തി കേട്ടോ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട ശ്രുതി കേരളത്തിൻ്റെ നൊമ്പരമായി മാറി. കേരളത്തിൻ്റെ ദുഃഖപുത്രിയായ ശ്രുതിക്ക് ജനസനം കൂടി നഷ്ടപ്പെട്ടതോടെ വലിയ ദുഃഖമായിരുന്നു. ശ്രുതിക്കരികിലേക്കാണ് ഒരു രക്ഷകനെ പോലെ MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എത്തുന്നത്. ആശുപത്രിയിലായതു മുതൽ എല്ലാ ദിവസവും ശ്രുതിയുടെ അരികിലെത്തി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ചികിത്സയ്ക്കുള്ള സഹായ സഹകരണങ്ങളും നേതൃത്വം വഹിച്ചു. ഒടുവിൽ ആശുപത്രി വിടുമ്പോഴും ശ്രുതിക്ക് നന്ദി പറയാനുണ്ടായിരുന്നത് എല്ലാവരോടുമാണ്. കൂടെ നിന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നാണ് ശ്രുതി പറഞ്ഞത്. എല്ലാവരോടും നന്ദി പറയാനേ ഉള്ളൂ. എല്ലാവരും കൂടെ നിന്നൂല്ലേ? എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എവിടേക്കോ ഉള്ള ആൾക്കാരൊക്കെ വന്നു ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. സാറ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തിനിടെ 3 ശസ്ത്രക്രിയകൾക്ക് ശേഷമാണ് ശ്രുതി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ആശുപത്രി വിട്ടത്. തിങ്കളാഴ്ച വീണ്ടും ആശുപത്രിയിലെത്തണം, പരിശോധനകൾ നടത്തണം. 3 ആഴ്ചകൾക്ക് ശേഷം കാലിലെ കമ്പി എടുക്കാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ലിയോ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ TPV സുരേന്ദ്രൻ, അതുപോലെ തന്നെ ചികിത്സിച്ച ഡോക്ടർ റൊമാൻസ്, മറ്റ് ജീവനക്കാരെല്ലാവരോടും വലിയ നന്ദിയും പുഞ്ചിരിയോടുകൂടിയുള്ള നന്ദി അറിയിച്ചാണ് ശ്രുതി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങുന്ന സമയം MLA ഡിസ്ചാർജ് ചെയ്യാൻ എത്തിയിരുന്നു. ശ്രുതിക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. ശ്രുതി അപ്പോഴാണ് പറഞ്ഞത് തൻ്റെ എല്ലാമായ ജെൻസന്റെ കമ്പനി ജെറ്റ് സർവീസ് എന്ന സ്ഥാപനം പുനരാരംഭിക്കണം എന്നൊരാഗ്രഹമാണ് പറഞ്ഞത്. ആ കമ്പനി പുനരാരംഭിക്കുന്നതിനായി ഒരു ലാപ്ടോപ്പ് ആവശ്യമാണെന്ന് MLAയോട് ആവശ്യപ്പെട്ടു. MLA അത് നൽകാമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോകുമ്പോൾ വാക്കർ, വീൽ ചെയർ, ബെഡ് എല്ലാം വേണം. MLA അതെല്ലാം അറേഞ്ച് ചെയ്തു. രാഹുൽ ഗാന്ധി MP ഇടപെട്ടതിനെ തുടർന്ന് തെലങ്കാന MP മല്ലു രവിയാണ് ആശുപത്രിയിലെ ചിലവുകൾ മുഴുവൻ വഹിച്ചത്. 2 to 3 weeks അങ്ങനെയാണ് അത് എടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഇവിടെ വെച്ചാൽ ഈ മൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്കിന്നിൻ്റെ ഭാഗത്ത് കുറച്ച് കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിന്ന് ചിലപ്പോൾ അങ്ങോട്ട് പോയി പോകുമായിരിക്കും. പക്ഷെ ബാക്കി ഉള്ളിൽ തൊട്ടാലൊക്കെ അറിയുന്നില്ല. അതൊന്ന് ഞരമ്പും ടെൻഡനും എല്ലാം കട്ടായി പോയി. അതൊക്കെ എല്ലാം ഒന്നും കുഴപ്പമൊന്നുമില്ല, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇത് കാല് ഇങ്ങനെയായിരുന്നു. ആ ഫോട്ടോ കണ്ടിട്ടില്ല, വീഡിയോ ഉണ്ടായിരുന്നു. അല്ല പിന്നെ നമ്മൾ കാണിക്കണ്ടായിരുന്നു. ഇതിങ്ങനെ കാലിങ്ങനെ മൂവ്മെന്റ്സ് ഇതുണ്ടായിരുന്നു, ഫിക്സ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഇത് വെക്കാൻ കാരണം. അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാം പൊട്ടിയത് നമ്മൾ സർജറി ഒന്നും ചെയ്യേണ്ടി വന്നിട്ട് അത് നത്തിങ്, അത് ഒന്നുമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിരുന്നാല് It's okay. Only thing is we should have a book of follow. Yes. അതിങ്ങനെ ചെയ്യണം. പിന്നെ എന്തായാലും വിത്തിൻ എ മന്ത് ഷീൽ ബി ഓക്കെ. ഇപ്പൊ നന്നായി ബെറ്ററായി. ഫേസ് അത് നമ്മള് ഇവർക്ക് എന്നാ കഴിയുന്ന അത്ര നമ്മള് ഇതൊക്കെ കൊടുത്തിരുന്നു, കൗൺസിലിംഗ് എല്ലാം കൊടുത്തിരുന്നു. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ഇത് നത്തിങ് ഈസ് പെർമനന്റ്. നമ്മളിപ്പോ എല്ലാം നല്ലതിനാന്ന് വിചാരിക്കണം. നമ്മളെപ്പോഴും ആ ചിന്താഗതിയാണ് വേണ്ടത്. എവറിത്തിങ് ഈസ് ഫോർ ഗുഡ്. അല്ലാണ്ട് നമ്മൾ അത് പോയില്ല, ഇത് പോയില്ല, അത് പോയില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെല്ലാം ജീവിതത്തിൽ ഓരോരുത്തർക്കും എന്തെല്ലാം പറ്റും. ഏതായാലും MLA ഞാൻ എപ്പം നോക്കുമ്പോൾ ഇങ്ങളെ പിന്നാലില്ല. എപ്പം ഞാൻ അതുകൊണ്ട് കാണാറില്ല. ശരിക്കും ഞാൻ ഇങ്ങനെ വന്നാലൊന്നും ഞാൻ വരലില്ല. അവർക്കെല്ലാം എപ്പോഴും എല്ലാവരും ഉള്ള പോലെ അല്ലല്ല. ഇതിപ്പോ കുറെ വിസിറ്റേഴ്സിനെ കൊണ്ടൊരു കളിയാണ്. അതിനിടയ്ക്ക് ഇവർക്ക് 2-3 ദിവസം പനിയും വന്നു. അപ്പൊ അത് നമ്മളെ കുഴപ്പം, നമ്മളെ അത് ICU തന്നെ ആക്കണം അങ്ങനെയൊക്കെ. പിന്നെ നമുക്കൊരു ICU കിടക്കുമ്പോൾ നമുക്കൊരു ആപ്പാടെ തൊപ്പളം ഉണ്ടാവും. ICU ഇങ്ങോട്ട് മാറിയപ്പോഴാണ് റിലാക്സ്.
ഉണ്ട് മദറിനെ പിടിച്ചു. വെയിറ്റും കൊണ്ട് അധികം അല്ല പക്ഷേ എന്നാലും എന്തിനാ വെച്ചാൽ ഏർലി മൊബൈലൈസേഷൻ ഈസ് ഗുഡ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇവിടെ തന്നെ ത്രോംബോസ് വന്നാൽ ഭയങ്കര കുടുംബമാണ്. ഇവിടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വന്നു അനങ്ങാണ്ട് കടന്നു കഴിഞ്ഞാൽ ഈ രക്തക്കൊള്ളിൽ ത്രോംബോസ് വരും. ബ്ലഡ് പോട്ട് കിട്ടും. അപ്പോൾ അത് മൂവ്മെന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആൾക്കാരൊക്കെ ശ്രുതിക്ക് സ്നേഹവായ്പകളുമായി ധാരാളം പേർ ആശുപത്രിയിൽ എത്തിയിരുന്നു. കൽപ്പറ്റയ്ക്കടുത്ത് അമ്പലേരിയിലെ ഒരു വാടക വീട്ടിലേക്കാണ് ശ്രുതിയും മറ്റു ബന്ധുക്കളെല്ലാം പോയത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റു ബന്ധുക്കളും ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം ശ്രുതിക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇനി തുടർ ചികിത്സകൾ ആവശ്യമാണ്. മലയാളക്കരയുടെ വലിയൊരു സഹായം ഇവർക്കിനി ആവശ്യമാണ് ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ. അതിന് എല്ലാവരും ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ ശ്രുതിയുടെ മുഖത്തുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെല്ലാം വട്ടം കൂടി നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇനി അച്ഛനും അമ്മയും ഏട്ടനും എല്ലാം MLA ആണ് എന്നാണ് ശ്രുതി മാധ്യമപ്രവർത്തകരോട് മറുപടി പറഞ്ഞത്. എങ്കിലും എല്ലാവരുടെയും സഹായം ശ്രുതി പ്രതീക്ഷിക്കുകയാണ്. കേരളക്കരയുടെ മുഴുവൻ സ്നേഹം ശ്രുതിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് യാത്രയാക്കാൻ എത്തിയവരെല്ലാം ശ്രുതിയോട് പറഞ്ഞത്. അതിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ശ്രുതി. ഇനി ഇതുപോലൊരു ദുരന്തം ഈ നാടിനുണ്ടാകരുത്. ഇതുപോലൊരു ദുഃഖപുത്രി ഇനി ഉണ്ടാവരുത്. കേരളത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഐക്കൺ ആണ് ശ്രുതി എന്നാണ് MLA അടക്കമുള്ള എല്ലാവരും വിശേഷിപ്പിച്ചത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പല ആളുകളും സന്ദേശം അയച്ചു. ശ്രുതിക്കൊപ്പം ഉണ്ടാകും, പ്രാർത്ഥനയായി കൂടെ ഉണ്ടാകുമെന്നും എല്ലാവരും അറിയിച്ചു. ഈ വീഡിയോ കാണുന്നവരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശ്രുതിക്കൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ശ്രുതിക്കൊപ്പം ഉണ്ടാകണം. ആ പ്രാർത്ഥനകളിൽ നിങ്ങൾ ശ്രുതിയെ ഓർക്കണം. അങ്ങനെ കേരളത്തിൻ്റെ പ്രിയപുത്രിയായി ശ്രുതി വളർന്നു വരും എന്നുള്ള പ്രതീക്ഷ. ജനസന്റെ സ്വപ്നമായിരുന്ന ജെറ്റ് സർവീസ് പുനരാരംഭിച്ച് അത് ശ്രുതിക്കും ഇനി അവശേഷിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു വരുമാന മാർഗമാകുമെന്നുള്ള പ്രതീക്ഷ. നിങ്ങൾ ഇൻ്റർനെറ്റിൽ ജെറ്റ് സർവീസ് സെർച്ച് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ജോലി, എന്തെങ്കിലും സേവനം അവരെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നൽകി ജെറ്റ് സർവീസിനോടും ശ്രുതിയോടും സഹകരിക്കുക. ജൻസനെ ഓർമ്മകളിൽ നിലനിർത്തുക. ജൻസന്റെ സ്മാരകമായി ശ്രുതി ഇനി ജെറ്റ് സർവീസ് കൊണ്ടു നടക്കും എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ബെറ്റർ ആയിരുന്നു. കാരണം നല്ല ഇഞ്ചുറി ആയിരുന്നു, നല്ല സന്തോഷം. സർജറിയൊക്കെ എങ്ങനെയാണ്? സർജറി ഓക്കെ ആയിരുന്നു. ഇതിൽ അറിഞ്ഞിട്ടില്ല ഞാൻ പെയിൻ എന്താണ്. വീട്ടിലേക്ക് മുണ്ടേരിയിലേക്ക് ഇപ്പം മുണ്ടേരി വീട്ടിലോട്ട് പോവാണ്. ഇനി ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്താൽ മതി ഡോക്ടറെ. പിന്നെ 3 വീക്ക് കഴിഞ്ഞിട്ട് ഒരു സർജറി ചെയ്യുമ്പോൾ കമ്പി മാറ്റി ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണ്ടാവും. റെസ്റ്റാണ്. ചിരിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടം നല്ല ഭയങ്കര നന്ദിയുണ്ട്. കാരണം എൻ്റെ കൂടെ ഒരു ബ്രദറിനെ പോലെ തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത്. എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒന്നിനൊരു കുറവും വരുത്താണ്ട് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അച്ഛനും അമ്മ അനിയത്തി എല്ലാം ബ്രദറൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കണക്കാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. സന്തോഷം. ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിൽ ഇത്രയധികം മാനസികമായ വിഷമവും പ്രയാസവും സഹിച്ചതായ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. ഒരു ഇരട്ടപ്രഹരം, മൂന്നാമത്തെ പ്രഹരം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയും അതിനുശേഷം ജീവിതത്തിൽ താങ്ങി നിർത്തിയ ജെൻസന്റെ വിയോഗവും അത് കഴിഞ്ഞ് അമ്മയുടെ ചിതയൊരുക്കിയത് എനിക്ക് നേരിട്ട് കാണാനും മറ്റു സൗകര്യം അതും ചെയ്തു കൊടുത്തു. ഇതെല്ലാം കൂടെ ആയി ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഓരോ ദിവസവും കഴിഞ്ഞാണ് ആ കുട്ടി യാത്ര ചെയ്തത്. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഒരു മനക്കരുത്തും സ്ട്രെങ്ത്തും ദൈവം നന്നായി തിരിച്ചു നൽകിയിട്ടുണ്ട്. അതൊരു വലിയൊരു ആശ്വാസമുള്ള കാര്യം. ഞാൻ ഓരോ ദിവസവും ശ്രുതിയുടെ മുഖത്ത് വരുന്ന ഫേസിലെ മാറ്റങ്ങൾ, സംസാരത്തിലെ മാറ്റം നല്ലപോലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് നല്ലപോലെ, ഇന്നലെ മുതൽ നല്ലൊരു മെനിഞ്ഞാന്ന് മുതൽ എനിക്കൊരു ഒരു നല്ലൊരു ആശ്വാസം കിട്ടിയ ദിവസം. ശ്രുതി ആദ്യമായി ചിരിച്ചു, ഹൃദയം തൊട്ട് നല്ലപോലെ ഇടപെടാൻ തുടങ്ങുന്നു. അതൊരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഒരു സിഗ്നലായി എനിക്ക് നന്നായി ഫീൽ ചെയ്തു. ഇന്നൊക്കെ വളരെ റിലാക്സ്ഡാണ് കുട്ടി.
അവർ നമ്മളെ ഈ ചുരൽമല മുണ്ടകൈ ദുരന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട ഐക്കണാണ്. അവരെ നന്നായി നമുക്ക് സംരക്ഷിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നടപടികൾക്കും നമുക്ക് നേതൃത്വം കൊടുക്കണം. അവരുടെ എല്ലാ ചികിത്സയും നമുക്ക് ക്രമീകരിക്കണം. ഇതുവരെയുള്ള എല്ലാ ചികിത്സാ ചെലവും രാഹുൽ ഗാന്ധി അത് ഏറ്റെടുത്ത് തെലങ്കാന MP അതിൻ്റെ ശ്രീ മല്ലു രവി അതിൻ്റെ സാമ്പത്തിക ക്രമീകരണമൊക്കെ നടത്താനുള്ള നടപടികൾ ഏറ്റെടുത്തിട്ടുണ്ട്.